ഞാൻ AK സുനിലിനെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അത് ദുബായിലാണ്. നമ്പർ 6 വിവേകാനന്ദ തെരു, ദുബായ് കുറുക്ക് സന്ത്, ദുബായ് മെയിൻ റോഡ്, ദുബായ്. അതിന്റെ കറക്റ്റ് അഡ്രസ്സ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോയത്. അതെന്ത് ചേച്ചി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തത്? നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത്രയും വലിയ സംഭവം നടന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് അറിയില്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എവിടെയാണ്. വൈഫ് കുറേ പ്രശ്നം ഉണ്ടാക്കി, അവർ എന്തോ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു എന്നാണ് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ പ്രശ്നം ആദ്യം ഉണ്ടായി. നിങ്ങൾ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. AK സുനിലിന് വൈഫിൻ്റെ ഫോൺ വന്നു, അപ്പം നിങ്ങൾ തർക്കിക്കുന്നത് വൈഫ് കേട്ടു, അങ്ങനെയാണ് AK സുനിലിന് വീട്ടിൽ പ്രശ്നം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അന്ന് പുള്ളിക്ക് കോൾ വന്നപ്പോൾ പുള്ളിയുടെ വീട്ടിലെന്തോ കേട്ടു, ഞാൻ കുറച്ച് വഴക്കുണ്ടാക്കിയത് പുള്ളിയുടെ വൈഫ് എന്തോ കേട്ടു എന്നും പറഞ്ഞാണ് മുമ്പോട്ടുള്ള വഴക്ക് അവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഇപ്പം പറയുന്നു AK സുനിലിന് ഫോൺ വന്നു, അപ്പം നിങ്ങൾ ആ ഫോൺ തട്ടിപ്പറിച്ച് വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഇതിൽ ഏതാ സത്യം? ഫ്ലാറ്റിൽ വെച്ചിട്ട് പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. അവിടെ എപ്പോഴും നമുക്ക് സെക്യൂരിറ്റി എന്ന പോലെ ഒരാൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീണ്ടും മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞു ഡോറ് ലോക്ക് ചെയ്തു എന്ന്, പിന്നെ പറയുന്നു ഡോർ ലോക്ക് ചെയ്തില്ല, ഒരാൾ സെക്യൂരിറ്റി പോലെ അവിടെ നിന്നെന്ന്. നിങ്ങൾ ഏതിനൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കേ. റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവർ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ. അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? ഇവിടെ പറയുന്നല്ല അവിടെ പറയുന്നത്, അവിടെ പറയുന്നല്ല ഇവിടെ പറയുന്നത്. വേറെ ഇന്റർവ്യൂവിൽ പറയുന്നു നിങ്ങൾ അവരുടെ ഇടയിലിരുന്ന് പറഞ്ഞു താക്കോൽ അവിടെ വെക്കണമെന്ന്, അത് അവർ കേട്ട് എന്നിട്ടാണ് വീട്ടിൽ പോയി താക്കോലെടുത്ത്. ഞങ്ങളുടെ വീടിനെന്ന് വെച്ചാൽ ഈ ചാവി നമ്മളെ നഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത്. അപ്പം ഞാൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞു പോയി. അപ്പോൾ അവരത് എടുത്ത്, അപ്പോൾ ആ സംഘത്തിലിരുന്നപ്പോൾ ഈ പുള്ളി പോകുന്നതും ഒക്കെ അറിയാമല്ലോ. എന്നോട് ചോദിച്ചു വീട്ടിൽ മൊത്തം എന്തോ കയറിയ പോലെ തോന്നുന്നു. അത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ എന്നെ ഇട്ട് ഇപ്പോൾ എയർ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എയറിലോട്ടല്ല ഉണ്ട്, നിങ്ങൾ ബഹിരാകാശത്തിലോട്ടാണ് വിട്ടത്. ബഹിരാകാശത്തിലോട്ട് ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിനാണ് ഇവരെല്ലാം പറയണത്. എൻ്റെ പൊണ്ണ് ചേച്ചി, ഉറക്കപ്പിച്ച് പറയാൻ പറ്റിയ ഡേറ്റ് ആണോ അത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ആ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അത് ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞതാണ്, ഉറക്കപ്പിച്ചിൽ മാറിപ്പോണ സംഭവമാണോ അന്നവിടെ നടന്നത്? നമസ്കാരം സാർ, കേരള എന്നാണ് സാർ. ഈ നെയിംബോളിയുമായി ബന്ധപ്പെട്ട FIR അയക്കുന്ന ഡേറ്റ് കൃത്യമായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ 15 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 14-15 ആദ്യമായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾ പറയാം. പക്ഷേ FIR-ലും ആ സെയിം ഡേറ്റ് തന്നെയാണല്ലോ സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഫുൾ ടൈം ഉറക്കമാണ്. സ്റ്റേഷനിൽ പോകുമ്പോഴും 14-15 കൊടുത്തേക്കണം, അപ്പോഴും ഉറക്കപ്പിച്ച് കൊടുത്ത ഡേറ്റ് ആണ്. ചേച്ചി ഫുൾ ടൈം ഉറക്കത്തിലാണല്ലേ? ഒരു വിശ്വാസക്കുറവുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ജനങ്ങൾക്കൊന്നും അറിയില്ല, അവർക്ക് എന്തും പറയാം. ശരിയാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ വിലയിരുത്തത് നിങ്ങൾ പറഞ്ഞ വാക്കും നിങ്ങളെ ബാക്കിയുള്ള വൈരുദ്ധ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ആളുകളുടെ. ഈ ഫാൻസുകാരെ കൊണ്ട് നമ്മളെ താഴ്ത്തിക്കളയുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണുന്നു. കാരണം ഇങ്ങനെ നമ്മളെ താഴ്ത്തിക്കളയും, നമുക്ക് മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന ഞങ്ങൾ ദൈവത്തെ പോലെ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് വ്യക്തതയില്ല, നിങ്ങൾ പറഞ്ഞത് വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നു. മൊഴികളിൽ ഭയങ്കര വൈരുദ്ധ്യങ്ങൾ, അതുകൊണ്ടാണ് ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്തത്. അപ്പോൾ ഇത് തെളിഞ്ഞ് അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. തെളിയട്ടെ, കേസ് തെളിയട്ടെ.